ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? എന്തൊക്കെയാണ് പിന്നെ എല്ലാവരുടെ വിശേഷം? അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എനിക്കും അൽഹംദുലില്ലാഹ് സുഖമാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ ഞാൻ ഫാത്തിമക്കുട്ടിക്ക് മേക്കപ്പ് ചെയ്ത് കൊടുത്തപ്പോൾ അത് കണ്ടപ്പോൾ നമ്മുടെ റെജിക്കുട്ടിക്കൊരു ആഗ്രഹം കേട്ടോ, എനിക്കുമ്മ മേക്കപ്പ് ചെയ്ത് തരണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാനും അവളെ കുളിപ്പിച്ച് റെഡിയാക്കിയിട്ട്, ചുമയാണ് എന്നാലും ഒന്ന് കുളിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെയ്ത് മേക്കപ്പൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ എന്താണ്, 2 ദിവസം വെള്ളം വന്നിട്ടില്ല കേട്ടോ പൈപ്പിൽ. അപ്പോൾ അതുകൊണ്ട് ഉള്ള വെള്ളത്തിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാണ്. ഡ്രമ്മുള്ളത് 2 നിറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് നമുക്ക് എന്തായാലും മക്കളുള്ളവിടെ വെള്ളം എത്ര കിട്ടിയാലും തികയില്ലല്ലോ. അപ്പം ഞാനിന്ന് തിരുമ്പിയിട്ടില്ല കേട്ടോ. 2 ദിവസം തിരുമ്പി, ഡെയിലി തിരുമ്പണത് 2 ദിവസം തിരുമ്പാണ്ടായപ്പോൾ ഒരു ലോഡ് തിരുമ്പാനും ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പെരുമാറാനിരിക്കട്ടെ വെള്ളം എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ വെള്ളം ഞാൻ കുളിപ്പിച്ച് കൊടുത്ത് റെഡിയാക്കി സുന്ദരിയാക്കി കൊടുക്കുകയാണ് കേട്ടോ. അപ്പം കാണിക്കണമൊന്നുമില്ല. പിന്നെ ഞാനങ്ങനെ ഫാത്തിമക്കുട്ടിനെ സ്കൂളിലൊക്കെ വിട്ട് വന്നിട്ട് വരുമ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ തീർന്നു കേട്ടോ. ഉള്ളിയും തക്കാളിയൊന്നും ഇല്ല. അപ്പോൾ പിന്നെ റഹീസ് കുട്ടി ഇന്ന് സ്കൂളിലേക്ക് പോയിട്ടില്ല കേട്ടോ. അവൻ്റെ ചുമഞ്ഞ് ഏതായാലും മാറിയിട്ട് തിങ്കളാഴ്ച വിടാൻ മരുന്ന് കൊടുത്തിരിക്കുകയാണ് കേട്ടോ. അപ്പം മരുന്ന് കൊടുത്താൽ പിന്നെ സ്കൂളിൽ വിടാനൊന്നും പറ്റൂലല്ലോ. പെട്ടെന്ന് ബാത്റൂമിലേക്കൊക്കെ പോകണം എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ വരുമ്പോൾ ഫാത്തിമക്കുട്ടനെ വിട്ടിട്ട് വരുമ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വന്നു കേട്ടോ. കുറച്ച് നമ്മൾ ഒരു ദിവസം 2 ദിവസത്തിനോ 1 ദിവസത്തിനോ 3 ദിവസത്തിനൊക്കെ ഉള്ള സാധനം ഞാൻ കുറേ ഒന്നും വാങ്ങില്ല കേട്ടോ. തീരുമ്പോൾ വാങ്ങുക എന്നല്ലാണ്ട് ഒരു 2 ദിവസത്തിന് 3 ദിവസത്തിനൊക്കെ ആയിട്ട് അങ്ങനെ വാങ്ങുള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ ഇവിടെ കൂടുതൽ വാങ്ങി വെക്കാനും പറ്റില്ല, എലി ശല്യമുള്ള കാരണം. ഈ വാങ്ങി വെച്ചത് തന്നെ കിട്ടുമെന്ന് ഡൗട്ടാണ് കേട്ടോ. പിന്നെ നമ്മൾ നല്ല ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ നമ്മുടെ എലിക്കുട്ടന്മാരൊക്കെ എടുത്തിട്ട് പോകും കേട്ടോ. സവാളയും തക്കാളിയും ഒക്കെ എടുത്തിട്ട് പോകും. ഉരുളക്കിഴങ്ങ് അടക്കം വിടില്ല കേട്ടോ, അതും എടുത്തിട്ട് പോകും. അപ്പോൾ ഞാൻ ചിലപ്പം കിടക്കാൻ നേരത്ത് ഫ്രിഡ്ജിലൊക്കെ കയറ്റി വെക്കും കേട്ടോ. പിന്നെ അപ്പോൾ അതിന്ന് കുറച്ച് ഉള്ളിയും വെണ്ടയ്ക്ക കറി വെച്ച് വഴുതിനിങ്ങ കുറച്ച് പൊരിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. വഴുതിനിങ്ങ മീൻസ് കത്തിരിക്ക എന്നാട്ടോ പറയുക ഞങ്ങൾ. ചില ഭാഗത്ത് വഴുതിനിങ്ങ എന്നൊക്കെ പറയൂലേ, നമ്മുടെ കത്തിരിക്കായി എന്ന് പറയും. അപ്പോൾ അത് വറുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതൊന്ന് കുറച്ച് പൊരിച്ചിട്ട് വെണ്ടയ്ക്ക കറി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. പിന്നെ ബെൽ ബട്ടൺ അടിച്ച് പൊട്ടിക്കാനും മറക്കണ്ട. പിന്നെ അപ്പോൾ ഞാനിതാ ആദ്യം ഇത്തിരി പാനിൽ എണ്ണ ഒഴിച്ചിട്ട് വെണ്ടയ്ക്കാനെ ഒന്ന് ഒരു പച്ചക്കുത്ത് വാർന്നവരൊന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോക്ക് കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് മണം മാറിക്കഴിഞ്ഞ ശേഷം ഞാൻ സവാളയും തക്കാളിയും പിന്നെ കുറച്ച് ഉപ്പ് ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുക. 2 പച്ചമുളകും കീറിയിടുക കേട്ടോ. ലേശം കൈപ്പുളി ഒഴിക്കണം കേട്ടോ. തക്കാളി ഇട്ടാലും നമ്മൾ കുറച്ച് വെണ്ടയ്ക്കൊക്കെ മീൻ കറിയൊക്കെ വെക്കണ പോലെ വെക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് മൺചട്ടിയിൽ വെക്കാനൊന്നും നേരമില്ല, അതുകൊണ്ട് ഞാൻ വേഗം പാനിൽ തന്നെ വെച്ചാട്ടോ, ഗ്യാസിൽ തന്നെ വെച്ചാണ്. പിന്നെ നമുക്ക് ആവശ്യത്തിന് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ട് കൊടുക്കുക. ചിലവർ മഞ്ഞൾപ്പൊടി മുളക് പൊടി ചൂടാക്കിയിട്ട് വറുത്തിട്ട് അങ്ങനെ വെക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ വറുത്ത് വെച്ചാൽ അത്ര ആർക്കും പറ്റില്ല. അപ്പോൾ ഞാനിങ്ങനെ പച്ചയില തന്നെ ഇങ്ങനെ വെക്കൂട്ടോ. പിന്നെ തേങ്ങയിൽ കുറച്ച് വലിയ ജീരകം, ഒരു ഉള്ളിയൊക്കെ ഇട്ടിട്ട് നമ്മൾ സാധാ മീൻ കറി വെക്കണ പോലെ വെക്കുക കേട്ടോ. മീൻ കറിക്ക് ബദൽ വെണ്ടിക്കാന്ന് മാത്രം. അപ്പോൾ അങ്ങനെ പിന്നെ അതങ്ങനെ ഒന്ന് വെന്ത് വരുമ്പോൾ നമുക്ക് തേങ്ങയൊക്കെ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ അവരവിടെ എന്തൊക്കെ പണിയൊക്കെ ഒപ്പിക്കണുണ്ട് വെക്കാൻ. 2 സ്കൂളിൽ പോയില്ലെങ്കിൽ 2 വെക്കാനായിരിക്കും കേട്ടോ നേരം. പിന്നെ ഞാൻ വഴുതിനങ്ങ ഒന്ന് മുറിച്ച് കഴുകിയിട്ട് അതിലേക്ക് കുറച്ച് ചിക്കൻ്റെ പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ഇത്തിരി ഉപ്പ് ഇട്ടിട്ടൊന്ന് പരട്ടി വെക്കാം കേട്ടോ. പിന്നെ ചാറായ ശേഷം താളിച്ച ശേഷം നമുക്കൊന്ന് അതിൽ വറുത്തെടുക്കാം പാനിൽ. പിന്നെ ഞാൻ വെണ്ടയ്ക്ക കറിയിൽ തേങ്ങ കൂട്ടിയിട്ടുണ്ട് കേട്ടോ. പലരും പല വിധത്തിലായിരിക്കില്ലേ കറി വെക്കുക. അപ്പോൾ എനിക്കറിയണ പോലെ ഒരു പാലക്കാട് നാടൻ സ്റ്റൈലിൽ ഇങ്ങനെ കേട്ടോ വെക്കുക. പിന്നെ നമുക്കതിൽ ചെറിയുള്ളി, ഉലുവ, കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് താളിച്ചൊഴിക്കണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് നമുക്ക് വെക്കാം. കുറച്ച് കൈപ്പുളി ഒഴിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ തേങ്ങ കൂട്ടുമ്പോഴാട്ടോ കൈപ്പുളി ഒഴിക്കുക. അതുവരെ മറ്റേത് മാത്രം ഒന്ന് വേവിച്ചെടുക്കുകയുള്ളൂ. പിന്നെ റെജിക്കുട്ടി എൻ്റെ പിന്നാലെ തന്നെ ഉണ്ട് കേട്ടോ. ഫോണിന് വേണ്ടി നടക്കുകയാണ് പിന്നാലെ, ബൊമ്മ കാണണം എന്ന് പറഞ്ഞിട്ട്. ടി വിയിൽ ബൊമ്മ ഉണ്ടെങ്കിൽ അവർക്ക് ഫോണിന് ആവശ്യമാണ്. അപ്പോൾ നമ്മുടെ വീഡിയോക്ക് കൂട്ടുകാർക്ക് ഇഷ്ടമുണ്ടോ എന്തോ അല്ലേ? അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക കേട്ടോ, ഇഷ്ടമാണോ അല്ലേന്ന്. കുറേ പേര് പറയും ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ സബ്സ്ക്രൈബർ ഉള്ള പോലെ നമ്മുടെ വീഡിയോ ആരും കാണുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് നമുക്ക് വ്യൂ കുറവാണ്. പിന്നെ ഡോളറും നെല്ല് കേട്ടോ കയറുന്നത്. ഡോളർ എന്താണ് മിനിമം ഒരു 1K ഉണ്ടെങ്കിലും നമുക്ക് ഡോളർ ശരിക്കും കയറൂല കേട്ടോ.
ഒരു 10,000 ആളുകൾ കണ്ടാൽ തന്നെ നമുക്ക് $1 കയറുള്ളൂ. ഇപ്പുറത്ത് നമുക്ക് 1 2 3 100 അപ്പുറത്തേക്ക് അത് $1 കിട്ടുള്ളൂ. അങ്ങനെ ഇത് 1 2 3 100 കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് $1 ചാടുള്ളൂ. അങ്ങനെ ചാടിയിട്ട് വേണം നമുക്ക് $100 ആവാൻ. പിന്നെ അത് നമുക്ക് ആഡ്സെൻസിലേക്ക് വരണം. അങ്ങനെ കിട്ടുമ്പോൾ കുറേ പണിയാണ് കേട്ടോ. നമുക്ക് എന്താ പറയുക, എല്ലുമുറയെ പണിയെടുത്താൽ പല്ലുമുറയെ തിന്നാന്ന് പറഞ്ഞ പോലെ നമ്മൾ കുറേ കഷ്ടപ്പെടണം. നിധി കിട്ടുന്നവരെ കുഴിക്കണം കേട്ടോ. അല്ലെങ്കിൽ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഹെഡിങ് ഇട്ട പോലെ തമ്മിൽ ഞാൻ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നില്ല, നിധി കിട്ടുന്നവരെ നമ്മൾ കുഴിക്കണം, എന്നാലേ നിധി കിട്ടുള്ളൂ. നമ്മൾ പാതിക്ക് വെച്ച് പോയി കഴിഞ്ഞാൽ അതവിടെ കിടക്കും. നമ്മുടെ ചാനൽ റീച്ച് ആകണവരെ നമ്മൾ കഷ്ടപ്പെടുക തന്നെ വേണം കേട്ടോ. അപ്പോൾ ഇതാ അങ്ങനെ ഞാൻ റിയാസ്ക്ക് വന്നപ്പോൾ റിയാസ്ക്കാർക്ക് ചോറ് കൊടുത്തു. അപ്പോൾ ഞാനും കഴിച്ചു, കുട്ടികൾക്കും കൊടുത്തു. റെസിപ്പി റൈസ് ഉണ്ടല്ലോ അവിടെ, അപ്പോൾ അവർക്കും കൊടുത്ത് ഉള്ള പാത്രങ്ങൾ നിരന്ന പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു. എന്നിട്ട് പിന്നെ നമ്മൾ ഫാത്തിമക്കുട്ടനെ വിളിക്കാൻ പോകും കേട്ടോ 2:30. അതിനും നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഉള്ള പാത്രമൊക്കെ കഴുകി വെച്ച് മേലും കഴുകി നിസ്കരിച്ചിട്ട് അങ്ങനെ ഇറങ്ങി. പിന്നെ നമ്മുടെ കനാല് പാടത്തേക്ക് പോവോ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അന്നാ പേയിനെ കണ്ട ശേഷം പാടത്തേക്ക് പോക്കില്ല കേട്ടോ, ആ വഴിക്കേ പോക്കില്ല. അതുകൊണ്ടാണ് ഞാൻ ആ വീടൊന്നും കാണിക്കാത്തതെന്ന് വിചാരിക്കണ്ട. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള തൊടിയും കാടും എന്നൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇതാട്ടോ നമ്മുടെ ലൈന് വീട്. പുതുതായ ആൾക്കാർക്ക് അറിയില്ല, ഇത് 7 ലൈനാട്ടോ. അതിൽ ഞാൻ ഇരിക്കുന്നത് ഫസ്റ്റ് ലൈന് വീട്ടിലാട്ടോ. അത് ഈ ഫസ്റ്റ് റൂമിലാണ് ഞാനിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നിട്ട് തന്നെ 6 വർഷമായിട്ടോ. വാടക വീടാണ്, സ്വന്തമൊന്നുമല്ല. അപ്പോൾ അതങ്ങനെ നമ്മൾ 3,500 വാടകയൊക്കെ കൊടുത്തിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ ഫാത്തിമാനെ വിളിക്കാൻ പോയി, വിളിച്ചിട്ട് വന്ന് പിന്നെ അവൾക്ക് ചായയൊക്കെ കൊടുത്തു. പിന്നെ ഞാൻ കുറച്ച് തുണികൾ മടക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വോയിസ് കൊടുക്കുമ്പോൾ റഹീസ് കുട്ടി ഇങ്ങനെ ചെത്തറുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കണേ. അപ്പോൾ അങ്ങനെ തുണികളൊക്കെ ഒന്ന് മടക്കാനുണ്ട്, മടക്കി. പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ റിയാസ് ഖാൻ്റെ കുറച്ച് ഷർട്ടുണ്ട്, ഒരു ഷർട്ട്, പിന്നെ എൻ്റെ ഷോള്, പിന്നെ കുറച്ച് തലയാണി കവറുകളൊക്കെ അടിക്കാനുണ്ട്. അപ്പോൾ എൻ്റെ പഴയ നൈറ്റി, എൻ്റെ എലി കടിച്ച് കൊണ്ടുപോയ കുറേ നൈറ്റികളുണ്ട് കേട്ടോ. ഇവിടെ ഭയങ്കര എലിൻ്റെ ശല്യമാണ്. അപ്പോൾ എലി നെയ്റ്റിനൊക്കെ കടിച്ച് ഇങ്ങനെ മുറുക്കി കൊണ്ടുപോകും. അപ്പോൾ അത് ഞാൻ ഇടാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ നെയ്റ്റിയൊക്കെ വെട്ടി തലാണി കവർ അടിക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ എൻ്റെ മെഷീൻ കുറേ ആയിട്ടോ ഞാൻ അടിക്കാണ്ട് ഇങ്ങനെ ഇട്ടിക്കണ്. അപ്പോൾ ഇന്ന് ഞാനൊന്ന് അടിക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പം നോക്കുമ്പോൾ സ്റ്റിച്ചേ വരുന്നില്ല കേട്ടോ. പിന്നെ ഉന്തി തള്ളി കൊണ്ടുവന്ന് പൊടിയൊക്കെ തട്ടി മോട്ടർ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതിന് മുമ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ റജിക്കുട്ടനെ ഗർഭിണിയാകുന്ന മുമ്പ് ഞാൻ മെഷീൻ അടിച്ചിട്ടുണ്ടായിരുന്നു, ടോപ്പുകളൊക്കെ അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇങ്ങനെ പഠിച്ച ശേഷം. അപ്പോൾ അങ്ങനെ അടിച്ച് തുടങ്ങിയ ശേഷമാണ് പിള്ള പ്രഗ്നൻ്റ് ആയത്. പിന്നെ അതിങ്ങനെ എനിക്ക് ഷുഗറും ബ്ലസ്സറൊക്കെ കൂടാൻ തുടങ്ങി. ഞാൻ പിന്നെ അങ്ങനെ അടിക്കൽ നിർത്തിയതാണ് കേട്ടോ. നിർത്തിയതിൽ ആ മോട്ടർ അങ്ങനെ സ്റ്റക്കായി. പിന്നെ നമ്മുടെ സ്വിച്ച് ബോർഡിൽ കുത്താൻ പറ്റാണ്ടായിട്ട് മഴയൊക്കെ പെയ്ത ശേഷം സ്വിച്ച് ബോർഡൊക്കെ ഷോക്ക് അടിക്കാൻ തുടങ്ങി. അതിനുശേഷം ഞാൻ മോട്ടർ ഉപയോഗിക്കാത്ത കാരണം മോട്ടർ പിന്നെ ഞാൻ നോക്കിയിട്ടേ ഇല്ല കേട്ടോ. അപ്പോൾ ഇനി ഒന്നാമത്തെ നമ്മുടെ ഈ സ്വിച്ച് ബോർഡൊന്നും ശരിയില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ കുറേ എണ്ണയൊക്കെ ഇട്ട് കൊടുത്ത് നല്ല ബലം കേട്ടോ. വർക്ക് ചെയ്യണില്ലേ കയറിട്ടിട്ട്. പിന്നെ എനിക്കൊന്ന് അടിച്ചിങ്ങനെ ഇതാകുമ്പോൾ കാലും ഇടുപ്പൊക്കെ ഭയങ്കര വേദന കേട്ടോ. ഇത് ആവണേ ഇല്ല. എന്നിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് അടിച്ച് ഒപ്പിച്ചെടുക്കാൻ പറഞ്ഞു. പിന്നെ എണ്ണയൊക്കെ ഇട്ട് ഒന്ന് മയക്കി എടുത്തു കേട്ടോ ഞാൻ. അങ്ങനെ പിന്നെ നൂലൊക്കെ ഒന്ന് ഇട്ട് എന്തോ ഭാഗ്യത്തിന് ഞാൻ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു 6 മാസം ടൈലറിങ്ങിന് പോയതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ പഠിക്കാനായത്. ഇല്ലെങ്കിൽ ഞാൻ ഇതൊന്നും അറിയില്ലായിരുന്നു എനിക്ക്. അന്നത്തെ ഒരു ബുദ്ധിക്ക് ഞാൻ അങ്ങനെ പോയി. കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ചെറുപ്പം മുതൽ വലിപ്പം വരെ നല്ല കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. കഷ്ടപ്പെട്ടിട്ടാണ് ഇവിടം വരെ എത്തിയത്. പിന്നെ കല്യാണം കഴിഞ്ഞാലെങ്കിലും ഒരു ഇത് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോഴും എന്താ പറയുക, നല്ലൊരു ഭർത്താവിനെ കിട്ടി, അത്ര തന്നെ. പിന്നെ നമുക്ക് ഇരിക്കാൻ വീടും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ അങ്ങനെയൊക്കെ മക്കൾ ഇങ്ങനെയായി. അതിൽ ഫാത്തിമക്കുട്ടിക്ക് ഇങ്ങനൊരവസ്ഥ വന്നു. അങ്ങനെ ഓരോരോ കടമ്പകളും ഇങ്ങനെ കടന്ന് ഇവിടം വരെ എത്തിയിട്ടുണ്ട്. പഠിച്ചവനെ എന്തായാലും അള്ളാഹ് നമുക്ക് വലിയ വലിയ രോഗങ്ങളൊന്നും തന്ന് പരീക്ഷിക്കാണ്ട് ഇരിക്കട്ടെ എന്നാണ് ഞാൻ അള്ളാഹിനോട് എന്നും പ്രാർത്ഥിക്കൽ കേട്ടോ. നമുക്ക് സ്വത്തും മുതലൊന്നും വേണ്ട, അതൊക്കെ അള്ളാഹ് വിചാരിച്ച വരാനും പോകാനൊക്കെ എത്ര വേണമല്ലേ. അപ്പോൾ ഞാൻ രോഗങ്ങളിൽ നിന്നും നമ്മുടെ പഠിച്ചവൻ നമ്മളെല്ലാവരും തൊട്ട് കാക്കട്ടെ എന്നാണ് ഞാൻ 5 നേരം അള്ളാഹിനോട്
പ്രാർത്ഥിക്കണം കേട്ടോ. അപ്പം ഞാൻ അടിക്കാൻ അത് സ്റ്റിച്ച് കറക്റ്റ് ആവുണ്ടോ എന്ന് അടിച്ച് നോക്കാൻ വേണ്ടി ഒരു ഷോൾ എടുക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ. ഷോള് വക്കൊക്കെ കീറിയിട്ടുണ്ട്. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് അടിച്ച് നോക്കാം. അതിൽ അടിച്ചിട്ട് ശരിയാവുകയാണെങ്കിൽ കാക്കി അടിക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പം അതിൻ്റെ ഇടയിൽ നമ്മുടെ റജിക്കുട്ടി വന്നിട്ട് ഓരോന്ന് വലിച്ചിടുന്നുണ്ട് കേട്ടോ. ഫോണിനെ കുറച്ച് നേരം തള്ളിയിട്ട് ഇപ്പം ഞാൻ ഫോൺ അവിടെ ഇവിടെയും കുത്തിച്ചാരിയിട്ടൊക്കെയാണ് വീഡിയോ എടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ എടുക്കുന്ന ഫോണ് ടെക്നോ ആണ് കേട്ടോ. കമൻറ്റിൽ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏതാ ഫോണെന്നൊക്കെ. ടെക്നോ ആണ്. നമ്മുടെ എൻ്റെ പഴയ സെറ്റ് റിയൽമി ആയിരുന്നു കേട്ടോ. അത് ക്യാമറ ക്ലിയർ ഇല്ലാണ്ടായപ്പോൾ ഞാനത് വിറ്റിട്ട് ആ പൈസയും അതിൽ കൂടെ കുറച്ച് പൈസയും കൂടി ചേർത്തിട്ടാട്ടോ ഇത് മേടിച്ചത്. അങ്ങനെ നമ്മുടെ ടെക്നോ ഫോൺ മേടിച്ചു. പിന്നെ ക്യാമറ കുറച്ച് ക്ലിയറൊക്കെ ഉണ്ട് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ എൻ്റെ കയ്യിൽ നിന്ന് 2-3 വട്ടം താഴത്ത് വീണ് കേടൊക്കെ ആയിപ്പോട്ടെ. 2 വർഷമായിട്ടാണ് വാങ്ങിയിട്ട്. കേടൊക്കെ ആയിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫോൺ കംപ്ലൈൻ്റ് ആകൽ തന്നെ കേട്ടോ പണി. കുട്ടികളും ഞാനും ഒക്കെ ഇങ്ങനെ യൂസ് ചെയ്യണ കാരണം 3 ആളും എടുക്കും കേട്ടോ ഫോൺ. റജുവും റൈസും റിൻഷിമോളും എടുക്കും. അപ്പോൾ എല്ലാം ഈ ഒരു ഫോണിൽ തന്നെയല്ലേ. അപ്പോൾ പിന്നെ അവൾക്ക് പഠിക്കേണ്ട കാര്യങ്ങളും ഒക്കെ. അതുകൊണ്ട് തന്നെ ഫോണിനൊരു എന്താ പറയുക, ഫോൺ കൈമാറി ഫോണ് വീഴലും പിടിക്കലും കേടുവരലും നേരാക്കലൊക്കെ തന്നെ കേട്ടോ പണി. അങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്. പിന്നെ നമുക്ക് ജീവിക്കണമെങ്കിൽ എന്തായാലും ഒരാളുടെ ഒരു വരുമാനം കൊണ്ടൊന്നും നമ്മുടെ ജീവിതം മുന്നോട്ട് പോകില്ല കേട്ടോ ഇന്നത്തെ കാലത്ത്. പണമില്ലെങ്കിൽ ആർക്കും ഒരു വില ഉണ്ടാവില്ല എന്ന് പറഞ്ഞ പോലെ നമുക്ക് പൈസ ഇല്ലെങ്കിൽ ആർക്കും നമ്മളൊരു വില ഉണ്ടാവില്ല. അപ്പം നമ്മൾ ഒരാൾ സമ്പാദിച്ചിട്ടൊന്നും നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കില്ല കേട്ടോ. അപ്പം ഞാനും പുറത്ത് പോയി പണിയെടുക്കാനോ എവിടെയും കടയിൽ പോയി നിൽക്കാനോ ഒന്നും നമുക്ക് ഈ മക്കളെ ഇട്ടിട്ട് പോകാൻ പറ്റില്ല. പ്രത്യേകിച്ച് നമ്മുടെ ഫാത്തിമ കുട്ടിക്ക് ഉള്ള സ്ഥിതിക്ക് നമുക്ക് എവിടെയും പോകാനൊന്നും പറ്റില്ലല്ലോ. അപ്പം അതുകൊണ്ട് നമ്മൾ നമ്മുടെ തന്നെ ഒരു ഇങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങിയതാണ്. അതും എനിക്ക് യൂട്യൂബിനെ കുറിച്ചൊന്നും അറിയില്ലായിരുന്നു. ഇപ്പോഴും ശരിക്കൊന്നും അങ്ങോട്ട് അറിയില്ല. എന്നാലും ഞാൻ എൻ്റെ ഒരു മൈൻഡിൽ ഞാൻ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. എല്ലാവരോട് ചോദിച്ചിട്ടും പിന്നെ യൂട്യൂബിൽ തന്നെ നമുക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും അറിയാനുള്ള ഇതുണ്ടല്ലോ. ഫോണ് നല്ലതുമാണ് കെട്ടതുമാണ് എന്ന് പറഞ്ഞ പോലെ നമുക്ക് ഹെൽപ്പുമാണ് കേട്ടോ. അപ്പോൾ ഞാൻ അറിയാത്തതൊക്കെ അതിലിങ്ങനെ ജസ്റ്റ് ഒന്ന് നോക്കും. എന്നിട്ട് പിന്നെ അങ്ങനെ ചെയ്യും. പിന്നെ എന്തായാലും ഇനിയിപ്പോൾ നമ്മുടെ വണ്ടിൻ്റെ അടവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ഇരിക്കാനൊരു വീടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വാടകൻ്റെ ഒന്നും അറിയേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതിയല്ലോ. അപ്പോൾ ഇതുവരെ അതും സാധിച്ചെടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എന്തായാലും എൻ്റെ ഒരു എന്താ പറയുക, എന്നെക്കൊണ്ടാകും പോലെയൊക്കെ ഞാൻ റിയാസ്ക്കൊക്കെ ഹെൽപ്പ് ചെയ്യലുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ തലയണി കവറൊക്കെ ഒന്ന് അടിച്ചെടുത്തു. പണ്ടത്തെ കഥയൊന്ന് നിങ്ങളെ കൊണ്ട് പറഞ്ഞു. കഥകളൊക്കെ പറയണമെങ്കിൽ ഇനിയും ഉണ്ട് കേട്ടോ. സമയം കിട്ടുമ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയാം. അപ്പോൾ കഥ കേൾക്കാൻ ഇഷ്ടമുള്ള ആളുകൾക്ക്. അപ്പോൾ അങ്ങനെ നമ്മുടെ അടുക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം മഗ്‌രിബ് ബാങ്ക് കൊടുത്താൽ നിസ്കരിക്കുക, അത്രയൊക്കെ തന്നെ കേട്ടോ. പിന്നെ വൈകുന്നേരമായി, രാത്രി ആയപ്പോൾ ഞങ്ങൾ റിയാസ്ക്ക് എണ്ണ അടിക്കാൻ വേണ്ടി പുറത്ത് പോകുമെന്ന് പറഞ്ഞിട്ട്. അപ്പം കുട്ടികൾ പറഞ്ഞു ഞങ്ങളും ഉണ്ട് എത്താമെന്ന്. അപ്പം ഞാൻ എന്നാൽ ശരി ഞാനും വരാം, എനിക്ക് ഒരു പാനിപൂരി വാങ്ങിത്തരും. കുറേ പാനിപൂരി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് കഴിക്കാൻ വേണ്ടി ഞങ്ങളങ്ങനെ വണ്ടിക്ക് എണ്ണയും അടിക്കാം, അതൊന്ന് കഴിക്കാൻ വേണ്ടി പുറത്തിറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എണ്ണ അടിക്കാൻ അങ്ങോട്ട് പോകണം. പിന്നെ നമ്മൾ പാനിപൂരി നമ്മുടെ വീടിൻ്റെ കുറച്ച് അടുത്താണ് കേട്ടോ. അപ്പോൾ റിയാസ്ക്കും റിൻഷിമോളും റഹീസ് കുട്ടിയൊക്കെ മറ്റേ കോളിഫ്ലവർ വറുത്തത് കഴിച്ചു കേട്ടോ. ഞാൻ കാളനും കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് അടിക്കാം കേട്ടോ എല്ലാവരും. നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ, അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.